السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بالله. أما بعد، عن عبد الله بن عمرو رضي الله عنه قال: تخلف رسول الله صلى الله عليه وسلم في سفر سافرناه فأدركنا وقد أرهقنا صلاة العصر ونحن نتوضأ، فجعلنا نمسح على أرجلنا، فنادى بأعلى صوته: ويل للأعقاب من النار. റവാഹുൽ ബുഖാരി. സഹാബി പ്രമുഖനായ അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ഒരു യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്പം പിന്തി. ഞങ്ങൾ അസ്ർ നിസ്കാരം അല്പം പിന്തിച്ചു. അവസാനം ഞങ്ങൾ വുളു എടുക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നു. ഫജഅൽനാ നംസഹു അലാ അർജുലിന, ഞങ്ങൾ വുളു എടുക്കുന്ന സമയത്ത് കാലുകളിൽ വെള്ളം കൊണ്ട് തടയുകയായിരുന്നു. ഫനാദാ ബി അഅ്ലാ സൗതിഹി, ഉച്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു പറഞ്ഞു: വൈലുൽ ലിൽ അഅഖാബി മിനൻ നാർ മറത്തൈനി ഔ സലാസൻ, മടമ്പുകൾ സൂക്ഷിച്ചു കഴുകാത്തവർക്ക് നരക ശിക്ഷയുണ്ട്, അവർക്ക് നാശമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 or 3 പ്രാവശ്യം ആവർത്തിച്ചു. മനുഷ്യൻ അവന്റെ ആരാധനാ കർമ്മങ്ങളിൽ കാണിക്കുന്ന ചെറിയ അലംഭാവം പോലും അവന് നരകശിക്ഷക്ക് കാരണമാകുമെന്ന് ഈ ഹദീസിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വുളു എടുക്കുന്ന സമയത്ത് കാലിലെ മടമ്പ് സൂക്ഷിക്കാത്തതിന്റെ പേരിൽ തന്നെ ഒരുപക്ഷെ അവന് നരകമുണ്ടാകും, നാശമുണ്ടാകുമെന്ന് ഈ ഹദീസിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. തഖബ്ബലല്ലാഹ്.